അറേബ്യൻ നാടുകളിലെ ഏറ്റവും പഴക്കമേറിയ കത്തോലിക്ക ദേവാലയമായ മനാമയിലെ സേക്രഡ് ഹാർട്ട് കാത്തലിക് ചർച്ചിനെ നോർത്തേൺ വികാരിയേറ്റിലെ തീർത്ഥാടന കേന്ദ്രമായി ഔദ്യോഗികമായി നാമകരണം ചെയ്യും. നവംബർ 8-നാണ് ചടങ്ങ് നടക്കുക. ഈ സുപ്രധാന അവസരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വടക്കൻ അറേബ്യയുടെ അപ്പസ്തോലിക് വികാരി ബിഷപ്പ് അൽഡോ ബെരാർഡി OSST 2025 നവംബർ 8-ന് ഒരു പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കും. വിശ്വാസത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ബഹ്റൈൻ രാജ്യവും കത്തോലിക്ക സമൂഹവും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും തെളിവായി സേക്രഡ് ഹാർട്ട് പള്ളി നിലകൊള്ളുന്നു. 1939-ലാണ് പള്ളിയുടെ ഉത്ഭവം. അന്ന് ബഹ്റൈൻ അമീറും ഇപ്പോഴത്തെ രാജാവുമായ ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ പിതാമഹനുമായ ഷൈഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഒരു കത്തോലിക്ക പള്ളി പണിയുന്നതിനായി സ്ഥലം നൽകി. ഈ പ്രവൃത്തി മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന്റെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. ഇതിനെ തുടർന്ന് കപ്പൂച്ചിൻ ബിഷപ്പും അറേബ്യയുടെ അപ്പസ്തോലിക് വികാരിയുമായിരുന്ന മോൺസന്യൂർ ജിയോവന്നി ബറ്റിസ്റ്റ ടിരിനാൻസി ഇറ്റലിയിലെ ടസ്കാനിയിൽ നിന്നുള്ള കപ്പൂച്ചിൻ വൈദികനായ ഫാദർ ലൂയിഗി മാഗ്ലിയാഗാനിയെ പള്ളിയുടെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചു. 1939 ജൂൺ 9-ന് തറക്കല്ലിട്ട പള്ളി വൈദികർക്കുള്ള താമസ സ്ഥലം, ഒരു ചെറിയ സ്കൂൾ എന്നിവ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി. 1939 ക്രിസ്മസ് രാവിൽ പള്ളിമണികൾ ആദ്യമായി മുഴങ്ങി. തുടർന്ന് 1940 മാർച്ച് 3-ന് പള്ളി ആശീർവദിച്ചു. മോൺസന്യൂർ ജിയോവന്നി ബറ്റിസ്റ്റ ടിരിനാൻസി ആണ് പള്ളി വെഞ്ചരിച്ചത്. ബഹ്റൈനിലെയും വിശാലമായ ഗൾഫ് മേഖലയിലെയും കത്തോലിക്കരുടെ മാതൃദേവാലയമായി സേക്രഡ് ഹാർട്ട് കാത്തലിക് പള്ളി ഇതോടെ മാറി. പള്ളി അതിന്റെ 85-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള അതിന്റെ പ്രഖ്യാപനം ഈ പ്രദേശത്തെ കത്തോലിക്കർക്ക് നവീകരണത്തിന്റെയും ഐക്യത്തിന്റെയും ഭക്തിയുടെയും ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു. തീർത്ഥാടന കേന്ദ്രത്തിന്റെ റെക്ടറെ നിയമിക്കുമെന്നും ബിഷപ്പ് അൽഡോ ബെരാർഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി ഈശോയുടെ വിശുദ്ധ ഹൃദയത്തോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുക, പള്ളിയുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുക, അതിൻ്റെ അജപാലന ദൗത്യം മേൽനോട്ടം വഹിക്കുക എന്നിവ റെക്ടറുടെ ഉത്തരവാദിത്വമായിരിക്കും. സേക്രഡ് ഹാർട്ട് പള്ളിയെ വികാരിയൽ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് 2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും.